കോൺഗ്രസ് നേതാവും തെലങ്കാനയിൽ നിന്നുള്ള അംഗവുമായ മനു അഭിഷേക് സിംഗ്വിയുടെ ഇരിപ്പിടത്തിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം. കോൺഗ്രസ് നേതാവിന് അനുവദിച്ച സീറ്റിൽ നിന്നും 50,000 രൂപ പാർലമെന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തതായി രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ സഭയെ അറിയിക്കുകയായിരുന്നു. ഇതോടെ കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി മുന്നോട്ടു വന്നു. അന്വേഷണം നടത്തി പണം എങ്ങനെ വന്നുവെന്നും ആരുടേതാണെന്നും കണ്ടെത്തുന്നതിന് മുൻപ് ആരുടെയും പേര് പറയേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അഭിപ്രായപ്പെട്ടു. ആരോപണം നിഷേധിച്ച് മനു അഭിഷേക് സിംഗ്വിയും രംഗത്തു വന്നിട്ടുണ്ട്. രാജ്യസഭയിലേക്ക് പോകുമ്പോൾ ഞാൻ 500 രൂപയുടെ ഒരു നോട്ട് മാത്രമായിരുന്നു കയ്യിൽ കരുതിയത്. ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുകയാണ്. 12:57 ഞാൻ സഭയിലെത്തി. ഉച്ചയ്ക്ക് 1 മണിക്ക് സഭ പിരിഞ്ഞു. പിന്നീട് 1:30 വരെ ഞാൻ ക്യാൻറ്റീനിലായിരുന്നു. ഒടുവിൽ അയോധ്യയിൽ നിന്നുള്ള MP അവധേഷ് പ്രസാദിനൊപ്പം പാർലമെന്റ് വിട്ടുവെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. സംഭവം അന്വേഷിക്കാനുള്ള തീരുമാനത്തെ മനു അഭിഷേക് സിംഗ്വി സ്വാഗതം ചെയ്തു. ലോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഇരിപ്പിടം ഓരോരുത്തർക്കും അനുവദിക്കേണ്ടി വരുമെന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. സീറ്റ് പൂട്ടി താക്കോലുമായി വീട്ടിലേക്ക് പോകാമല്ലോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും കഴിയും. ഇത്തരം കാര്യങ്ങൾ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും മനു അഭിഷേക് സിംഗ്വി കൂട്ടിച്ചേർത്തു. സഭ നിർത്തിവെച്ചതിന് ശേഷം നടക്കുന്ന പതിവ് പരിശോധനയിലാണ് മനു അഭിഷേക് സിംഗ്വിക്ക് അനുവദിച്ച സീറ്റ് നമ്പർ 222 നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കറൻസി നോട്ടുകൾ കണ്ടെടുത്തത്. സുരക്ഷാ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരും രാജ്യസഭാ സെക്രട്ടേറിയറ്റ് മുതിർന്ന MP മാർ എന്നിവരടങ്ങിയ സംഘത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. പണം എങ്ങനെയാണ് സഭയിലേക്ക് എത്തിയതെന്ന് കണ്ടെത്താനായി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.